നമ്മളിന്ന് കടല കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്രിസ്പിയുമായിട്ടുള്ളൊരു ഡിഷാണ് തയ്യാറാക്കാൻ പോകുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫുഡാണ്. അതാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇതിന് കൂടെ ഇതിന് ടച്ചിങ് ആയിട്ട് ഒരു ഹമസ് നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. ഒരു കടല കൊണ്ട് തന്നെയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനായിട്ട് ഞാനിവിടെ കടലയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വെളുത്ത കടല അല്ലെങ്കിൽ ചോലെ ചണ, പഞ്ചാബി ചണ, അങ്ങനെ പല പേരിൽ അറിയപ്പെടാറുള്ള കടലയാണ്. നമുക്ക് ഇത് ഞാനിപ്പോൾ 300 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഓവർനൈറ്റ് സോക്ക് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. നമ്മളിതിൻ്റെ പകുതി ഞാനിപ്പോൾ വേവിക്കാതെയും എടുത്തിട്ടുണ്ട്. ഒരെണ്ണം നമ്മൾ വേവിച്ച് ബോയിൽഡ് ചെയ്തതുമാണ് ഒരു കപ്പിലുള്ളത്. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ വേവിക്കാതെ വെച്ചിരിക്കുന്ന കടല നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വേവിക്കാതെ വെച്ചിരുന്ന കടല വെള്ളമെല്ലാം കളഞ്ഞ് ഇട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 7-8 അല്ലി ഗാർലിക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്കൊരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരുപാട് എരിവുള്ള പച്ചമുളകല്ല, മീഡിയം സൈസിൽ എരിവുള്ള പച്ചമുളകാണിത്. എന്നിട്ട് നമുക്കതൊന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാളയാണ്, അതൊന്ന് കഴുകി അരിഞ്ഞ് എടുത്തിട്ടുള്ളതാണ്. 3 ടേബിൾ സ്പൂൺ നമ്മുടെ സിസം സീഡ്, അത് നമ്മുടെ വെളുത്ത എള്ളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു ടീസ്പൂൺ നല്ല ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയിട്ടുള്ള മല്ലിയിലയാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നാരങ്ങയുടെ നീരാണ് നമുക്ക് വേണ്ടത്. ലെമൺ ജ്യൂസ്, ഒരു ലെമൻ്റെ ആണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് അതിൻ്റെ സീഡൊക്കെ കളഞ്ഞ് എടുത്തിട്ടുള്ളത്, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒട്ടും ഇനി ഇതിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. തരിതരിപ്പായിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ. അങ്ങനെ വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോ 1 ടേബിൾ സ്പൂണോ ആണ് ഒഴിച്ച് നോക്കിയാൽ മതി. എന്നിട്ട് നമുക്ക് ഇതേ രീതിയിൽ ഇതൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തത് ഒരു ജാറിലേക്ക്, ഒരു ബൗളിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇതേ രീതിയിൽ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ബൈൻഡിങ് കിട്ടുന്നതിന് വേണ്ടി, അതായത് നമുക്കൊരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അത് നല്ല ഷേപ്പിൽ കിട്ടുന്നതിന് വേണ്ടി നമുക്കിതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട, ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് നമുക്കിതൊന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം. ഞാൻ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അളവിൽ ഒരു മെഷർ എടുത്തിട്ട് നമുക്കതൊന്ന്, അപ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഉള്ള ബോൾസുകൾ തയ്യാറാക്കുമ്പോൾ ഒരേ അളവിൽ നമുക്ക് കിട്ടും, ഒരേ അളവിലും ഒരേ വലിപ്പത്തിലും കിട്ടും. അതുകൊണ്ട് ഒരു സ്പൂണാണ് എടുത്തിട്ട് നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഷേപ്പ് ചെയ്യുന്നതിന് മുമ്പ് കയ്യിൽ നന്നായിട്ടൊന്ന് ഓയിൽ ചെയ്തിട്ട് വേണം, ഒരു കുറച്ച് ഓയിലൊന്ന് എടുത്ത് നന്നായിട്ടൊന്ന് കയ്യിൽ പുരട്ടിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്കിത് റൗണ്ട് ഷേപ്പാക്കി എടുക്കാൻ പറ്റും. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുകയുമില്ല. നമ്മൾ ഇതേ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം നമുക്കിതൊന്ന് തയ്യാറാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ്. അപ്പോൾ ഞാൻ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിരുന്നു. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഫ്ലെയിം അങ്ങ് നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നല്ല സിമ്മിലേക്കോ മീഡിയത്തിലേക്കോ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ ബോൾസും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്. അങ്ങനെ ഇളക്കി കൊടുക്കാൻ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഇട്ട് കൊടുത്ത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം, അതായത് ഒരു കളറൊന്ന് ചേഞ്ച് ചെയ്യാൻ ആയിട്ട് തുടങ്ങുമ്പോൾ നമുക്കിത് ഇളക്കി കൊടുത്താൽ മതി. ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇപ്പോൾ ഇത് നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കോരി മാറ്റുന്നുണ്ട്. ഒരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് ഒരു ഡിഷിലേക്ക്, ഒരു സ്ട്രെയിനറിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം. ഒരു എണ്ണയൊക്കെ എക്സ്ട്രാ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളത് നമുക്ക് ഇതേ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്.
അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് ഇടയ്ക്ക് തന്നെ ഒന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ എല്ലാവരും മറന്നു പോകും, അതുകൊണ്ടാണ്. പിന്നെ നമ്മളിതെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് ഞാനിതൊന്ന് മുറിച്ചുകൂടി കാണിച്ചു തരാം. നല്ല ക്രിസ്പിയാണ് പുറത്ത്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. നമുക്ക് ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചെറിയ തീയിലിട്ട് വേണം ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ബോയിൽഡ് ചെയ്ത കടല ഞാൻ നേരത്തെ വെച്ചത്, സീസം സീഡ്, ഗാർലിക്ക്, ലെമൺ ജ്യൂസ്, ഒലിവ് ഓയിൽ, സോൾട്ട് ഇത്രയും ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളിത് ഇതിന് വേണ്ടിയിട്ടുള്ള ഹമസ് തയ്യാറാക്കേണ്ടത്. അതായത് ടച്ചിങ്സ് അല്ലെങ്കിൽ അതിന് തൊട്ട് കഴിക്കാനായിട്ടുള്ള ഒരു ചട്നി. അപ്പോൾ ഞാനിത് ബാക്കി ഉള്ളതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ വീഡിയോ ഓഫായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് സ്ക്രീനിൽ എഴുതി കാണിച്ചത്. ഇനിയും ഒലിവ് ഓയിലും സോൾട്ടുമാണ് നമ്മളിപ്പോൾ ഇത് ഇട്ട് കൊടുത്തത് ലാസ്റ്റ്. എന്നിട്ട് നമുക്ക് നല്ല ക്രീമി ആയിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. നല്ല ക്രീമി സ്ട്രക്ചറിലാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട, ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ. ഇങ്ങനെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒരു ചെറിയ തണുപ്പോട് കൂടിയാണ് ഇത് കഴിക്കാൻ ഏറ്റവും നല്ലത്. എന്നിട്ട് സെർവിങ് ഡിഷിലേക്ക് നമ്മളിപ്പോൾ അത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കുഴി പോലെ ആക്കി സ്പൂൺ കൊണ്ടൊന്ന് ഒന്ന് സ്പേസ് ഇത് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി മുകളിലും ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി റെഡ് ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോറിയൻഡർ ലീഫും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫലാഫൽ വെച്ച് കൊടുക്കാം. ഡിഷിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫലാഫൽ ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി ഒനിയൻ റിങ്ങാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്ന് നമുക്ക് അങ്ങനെ ഒനിയൻ റിങ് വെച്ച് ഗാർണിഷ് ചെയ്യാം. വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വെച്ച് വേണമെങ്കിലും ഇത് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഒനിയൻ റിങ് തന്നെ വെക്കണമെന്നൊന്നുമില്ല, ഓപ്ഷണലാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫലാഫൽ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. പേര് കേൾക്കുന്നത് പോലെയല്ല, ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു ഡിഷുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും താങ്ക് യു.